ഹലോ കൂട്ടുകാരെ, മാഗ്നാമിൻ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിഷയമാണ്. നിങ്ങൾ കണ്ടു കാണും, എഡ്യൂക്വിറ്റി സസ്പെൻഡ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് വാർത്തകൾ. അപ്പോൾ എനിക്ക് കുറച്ച് പേര് മെസ്സേജ് അയച്ചു, സാർ എഡ്യൂക്വിറ്റി സസ്പെൻഡ് ചെയ്തോ, ഇനി SSC എക്സാം നടക്കത്തില്ലേ, ഇനി SSC എക്സാമിന് ആരാണ് വെൻഡർ വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കുറേ പേടികൾ എനിക്ക് വന്നു. അതുകൊണ്ടാണ് ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചത്. അപ്പോൾ ആദ്യ കാര്യം എന്താണെന്ന് മനസ്സിലാക്കുക, എന്നിട്ട് ഇതിൻ്റെ സൊല്യൂഷൻ എന്താണ്, നിങ്ങളിങ്ങനെ ഈ ടെൻഷൻ അടിക്കുന്നതിൻ്റെ സൊല്യൂഷൻ എന്താണ്, എൻ്റെ ഒരു സജഷനൂടെ ഞാനൊരു വീഡിയോയിൽ പറയാം. ഒരു കുറച്ച് സമയമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ, നമ്മളുടെ AIAPGET എന്ന് പറയുന്ന ഓൾ ഇന്ത്യ ആയുഷ് പോസ്റ്റ് ഗ്രാജുവേറ്റ് എൻട്രൻസ് എക്സാമിനേഷൻ, ഇത് നമുക്കൊരു കാര്യമില്ല. ഓഗസ്റ്റ് 22, 2026 ജയ്പൂരിലൊരു സെൻറ്ററിൽ എഡ്യൂക്വിറ്റി എന്ന് പറയുന്ന, അതായത് NTA നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി കുറച്ച് എക്സാമുകൾ നടത്താൻ വേണ്ടി, നമ്മുടെ നീറ്റൊക്കെ നടത്തിയാണ്. അപ്പോൾ കുറച്ച് എക്സാം നടത്താൻ വേണ്ടി എഡ്യൂക്വിറ്റിയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ 192 കാൻഡിഡേറ്റ്സ് ഉള്ളത്, 49 പേർക്ക് എന്ത് ചെയ്യാൻ പറ്റും, പവർ ഫെയിലർ കാരണം പരീക്ഷ എഴുതാൻ പറ്റിയില്ല. ഇതാണ് കാരണം. ഇതാണ് ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതിനകത്ത് SSC ആയിട്ട് ഒരു ബന്ധവുമില്ല. NTA അവർ എഡ്യൂക്വിറ്റിയെ ഏർപ്പാടാക്കി, അവിടെ പവർ ഫെയിലർ കാരണം 49 പിള്ളേർക്ക് എഴുതാൻ പറ്റില്ല. അപ്പോൾ NTA എന്ന് പറഞ്ഞാൽ നാഷണൽ എക്സാമിനേഷൻ ബോഡിയാണ്, ഡിഫറെൻറ്റ് എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു, അവർ ഒരു ഷോ കോസ് നോട്ടീസ്, അതായത് ഇങ്ങനെ ഒരു സംഭവം പ്രശ്നം ഉണ്ടായതുകൊണ്ട് ഷോ കോസ് നോട്ടീസ് എന്ന് പറഞ്ഞാൽ എന്താ, ഇവർ വന്നിട്ട് ആർക്കാണോ ഷോ കോസ് നോട്ടീസ് കിട്ടിയത്, എന്തുകൊണ്ടാണ് സംഭവിച്ചത് എന്നുള്ള കാര്യം എന്ത് ചെയ്യണം, അവരെ ബോധിപ്പിക്കണം. ആരാണോ ഇറക്കിയത്, ഷോ കോസ് നോട്ടീസ് ഇറക്കിയവരെ ബോധിപ്പിക്കണം. അപ്പോൾ ഈ ഒരു ഷോ കോസ് നോട്ടീസ് അയച്ചിട്ട് ഇതിനൊരു റെസൊല്യൂഷൻ കിട്ടുന്നത് വരെ എന്ത് ചെയ്തു, അവർ ആ NTA എന്ന് പറയുന്ന ഏജൻസി എഡ്യൂക്വിറ്റിയുടെ അവരുമായിട്ടുള്ള എംപാനൽമെന്റ്, അല്ലാതെ എഡ്യൂക്വിറ്റിയെ പൂർണ്ണമായിട്ടും സസ്പെൻഡ് ചെയ്തു അല്ലെങ്കിൽ എഡ്യൂക്വിറ്റിയെ ഫുള്ളായിട്ട് അവരുടെ പരിപാടിയെല്ലാം നിർത്തിക്കുമെന്ന് പറഞ്ഞു എന്നല്ല അതിൻ്റെ അർത്ഥം. NTA അവരുടെ കരാർ, NTA അവരുടെ എംപാനൽമെന്റ് എന്ത് ചെയ്തു, അത് സസ്പെൻഡ് ചെയ്തു. അത്രേ ഉള്ളൂ. NTA എഡ്യൂക്വിറ്റിയുടെ റിലേഷൻ കട്ടാക്കി, അത്രേ ഉള്ളൂ, അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്തു. അപ്പോൾ എഡ്യൂക്വിറ്റി എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ ലാബും സിസ്റ്റവും NTA-ക്കും SSC എക്സാംസിനും കൊടുക്കുന്ന ആരാണ്, എഡ്യൂക്വിറ്റിയാണ്. ഇനി SSC ചെയ്യുന്നത് കംപ്ലീറ്റ്ലി സെപ്പറേറ്റ് സാധനമാണ്. എഡ്യൂക്വിറ്റിയുടെ ലാബ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ എഡ്യൂക്വിറ്റിയുടെ ലാബ് വെച്ച് കഴിഞ്ഞ പ്രാവശ്യം കണ്ടു, അവരുടെ സെൻറ്ററുകളുടെയൊക്കെ ഒരു അവസ്ഥയൊക്കെ കണ്ടതാണ്. TCS-ആയിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ആസ് ഓഫ് നോ SSC-യിൽ ആര് തന്നെയാണ്, എഡ്യൂക്വിറ്റി തന്നെയാണ്. അപ്പോൾ SSC അവർക്ക് വേണ്ടി ഒരു സ്റ്റേറ്റ്മെൻറ്റോ ബാനോ ഒന്നും എന്ത് ചെയ്തില്ല, കൊടുത്തിട്ടില്ല. അപ്പോൾ NTA ചെയ്ത കാര്യം, ഷോ കോസ് നോട്ടീസ് ചെയ്തു, ഡിമാൻഡ് ചെയ്തു ഒരു റിട്ടൺ എക്സ്പ്ലനേഷൻ ഫ്രം എഡ്യൂക്വിറ്റി, എന്തുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം വന്നത്. അതുപോലെ തന്നെ എഡ്യൂക്വിറ്റിയുടെ എന്ത് ചെയ്തു, എംപാനൽമെന്റ് ആണ് ടെമ്പററി സസ്പെൻഡ് ബൈ NTA, വെൻഡറിന്റെ റിപ്ലൈ അനുസരിച്ച്. അപ്പോൾ NTA-യുടെ മാത്രം കാര്യമാണ്, NTA-യും എഡ്യൂക്വിറ്റിയും തമ്മിലുള്ള റിലേഷനാണ് ഇത് വന്നിട്ടുള്ളത്. അല്ലാതെ ഓൾ ഇന്ത്യയിലുള്ള വേറൊരു സാധനവും എന്ത് ചെയ്തിട്ടില്ല, കൊടുത്തിട്ടില്ല. അല്ല, വേറൊരു എക്സാമിന് ഇത് ബാധിക്കത്തില്ല. അപ്പോൾ റീടെസ്റ്റും ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് 49 പേർക്ക്. അപ്പോൾ ഇനി ആണ് നമ്മളുടെ വീഡിയോയുടെ മെയിൻ കാരണം, ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം. SSC എക്സാംസിന് ഇമ്പാക്റ്റ് ഒരു ഇമ്പാക്റ്റും ഇല്ല. NTA SSC രണ്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ടെമ്പററി സസ്പെൻഷൻ ആണ് NTA കൊടുത്തേക്കുന്നത്. എഡ്യൂക്വിറ്റി ബ്ലാക്ക് ലിസ്റ്റ് ആയെന്നോ SSC എക്സാം നടത്തത്തില്ലെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. അവർ കറക്റ്റായിട്ടൊരു റെസൊല്യൂഷൻ കൊടുത്താൽ വീണ്ടും എന്ത് ചെയ്യും, അവരുടെ എക്സാം നടത്താൻ അവർ എലിജിബിൾ ആവും. അപ്പോൾ ഈ ഒരു റൂമേഴ്സും കാര്യങ്ങളും ഒക്കെ എന്ത് ചെയ്യണം, നിങ്ങൾ ദയവായിട്ട്, കഴിഞ്ഞ പ്രാവശ്യം ഡിസ്ക്രിപ്റ്റീവ് വരുമെന്ന് പറഞ്ഞിട്ടായിരുന്നു, അത് വലിയ കുഴപ്പമില്ല. പക്ഷേ ഈ എഡ്യൂക്വിറ്റി വന്നു, പുതിയ പാറ്റേൺ വന്നു. ഇനി ഞാൻ കുറച്ച് കാര്യങ്ങളൊന്ന് പറയാം. അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഞാൻ 2018 തൊട്ടുള്ള എക്സാംസ് കാണുന്ന ആളാണ്. SSC എക്സാംസ് അല്ലെങ്കിൽ 2018 അല്ലെങ്കിൽ 2019 തൊട്ടുള്ള. അപ്പോൾ അതിന് മുമ്പത്തുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ബുക്ക് കണ്ടിട്ടുണ്ടെന്നേ ഉള്ളൂ. അല്ലാതെ റിയൽ ആയിട്ട് കാണുന്ന ഒരാളാണ് 2019 തൊട്ട് ഇപ്പം 2026 വരെ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് 2022 പുതിയ CGL-ന്റെ പാറ്റേൺ വന്നു എന്ന് പറഞ്ഞാൽ പുതിയ ലെവൽ സ്കീം, അല്ലെങ്കിൽ ഓരോ ഇത് മാറി, നേരത്തുള്ള ആ ഒരു പാറ്റേണിൽ നിന്ന് മാറി നമുക്ക് 25 എന്ത് വന്നു, എഡ്യൂക്വിറ്റി വന്നു. അപ്പോൾ ഈ 2019 മുതൽ 24 വരെ TCS നടത്തിയ പരീക്ഷകളും 2025 എഡ്യൂക്വിറ്റി നടത്തിയ പരീക്ഷകളും ക്വസ്റ്റ്യൻസ് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലായത്, ഞാൻ സീരിയസ് ആയിട്ട് പറയുകയാണ്, നിങ്ങൾ വിചാരിക്കുന്ന പോലെ വലിയൊരു പാറ്റേൺ ചേഞ്ച് ഒന്നും അവിടെ ഉണ്ടായിട്ടില്ല. അതാദ്യം മനസ്സിലാക്കുക. പാറ്റേൺ ചെയ്ത് വന്നത് എവിടെയാണ്, ഇംഗ്ലീഷിൻ്റെ ലെവൽ കുറച്ചുകൂടെ കൂടി. പക്ഷേ ആ ഇംഗ്ലീഷ് നിങ്ങൾ 2018 സമയത്തെ, 2018-19 സമയത്തെ ഇംഗ്ലീഷിൻ്റെ മെയിൻസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തൊന്ന് നോക്കണം. ആ മെയിൻസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ 200 ക്വസ്റ്റ്യൻ ചെയ്ത ആൾക്കാർക്ക് ഈ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് അവിടെ കാണാൻ പറ്റും. ഇപ്പോൾ പുതുതായിട്ട് വരുന്നവർ അതൊന്നും ചെയ്യത്തില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം പ്രീവിയസ് ഇതൊന്നും വന്നിട്ടില്ല എന്നുള്ളതല്ല. അപ്പോൾ ഇതൊക്കെ ഈ ലെവലിൽ തന്നെ വന്നിട്ടുള്ളതാണ്. കുറച്ചുകൂടെ കോമ്പിനേഷൻ അവരെന്ത് ചെയ്തു, പല സ്ഥലത്തു നിന്നുള്ള നമ്മൾ ഒരിക്കലും കാണാൻ സാധ്യതയില്ലാത്ത റിസർച്ച് പേപ്പറിൽ നിന്നൊക്കെയുള്ള കോമ്പിനേഷൻ എടുത്തിരുന്നു. കുറേ വലിയ വേർഡ്സ് എടുത്ത് വൊക്കാബിലേക്ക് ചോദിക്കുന്നു. അപ്പോൾ അത് ഈ എഡ്യൂക്വിറ്റി വന്ന സമയത്തുള്ള സെലക്ഷൻ പോസ്റ്റ്, ആ ഒരു സ്റ്റെനോഗ്രാഫർ CGL-ന് 2025 ഞാൻ
നമ്മുടെ 45 ഷിഫ്റ്റിൽ 29 ഷിഫ്റ്റിന്റെ മാക്സ് ഞാൻ ചെയ്തു. അപ്പൊ എനിക്ക് ഒരു ഷിഫ്റ്റിൽ പോലും അസാധാരണമായിട്ട് ഒന്നും കാണാൻ പറ്റിയിട്ടില്ല. അതായത് പ്രീവിയസ് ഇയർ വൃത്തിയായിട്ട് പഠിച്ച ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസേ ഉള്ളൂ അവിടെ. ഒന്നോ രണ്ടോ കാൽക്കുലേഷൻ കൂടുതലുണ്ട്, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ചോദിച്ചിട്ടുണ്ടെന്നല്ലാതെ പുതിയ കൺസെപ്റ്റ് ഒന്നും ചോദിച്ചിട്ടില്ല. അപ്പൊ ഇംഗ്ലീഷിന് കുറച്ച് ചേഞ്ച് വന്നിട്ടുണ്ടെന്ന് ഞാൻ സമ്മതിക്കുന്നു. അത് ഇംഗ്ലീഷ് ഒരു ലാംഗ്വേജ് ആണ്. അത് നിങ്ങൾ എത്രത്തോളം കമാൻഡിങ് ആവുന്നോ അത്രത്തോളം നിങ്ങൾക്ക് ബാക്കിയുള്ളവരെക്കായും മുന്നിലെത്താൻ പറ്റും. റീസണിങ് ആയാലും റീസണിങ് കുറച്ച് സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട്, ജി കെ കുറച്ച് സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട്. അപ്പൊ അത് സ്റ്റേറ്റ്മെന്റ് സാധനം കൂടുതൽ പഠിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നിങ്ങൾ പഴയ TCS നിന്നും അങ്ങ് വ്യതിചലിച്ച് പോയെന്നല്ല. അപ്പൊ ആ കാര്യം അറിയാവുന്ന ഒരാൾക്ക് ഈ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് പഠിക്കാനും കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അപ്പൊ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ മുന്നിലുള്ള ഈ ഒരു സെറ്റ് ഓഫ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഇപ്പൊ 2019 മുതൽ 2026 വരെ എത്ര എക്സാം നടന്നിട്ടുണ്ടോ, SSCയുടെ എത്ര എക്സാം നടന്നിട്ടുണ്ടോ, ആ എക്സാം നടന്ന ബേസ് ചെയ്തിട്ടുള്ള സിലബസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കുക. ആ സിലബസ് ഇതുവരെ മാറിയിട്ടില്ല. സിലബസ് മാറാത്തിടത്തോളം കാലം നിങ്ങൾ വേറെ ഒന്നിനെ പറ്റി SSC എഡ്യൂക്കേറ്റീവ് വന്നോട്ടെ, TCS വന്നോട്ടെ, അല്ലെങ്കിൽ വേറെ ഏത് ആൾക്കാർ വേണമെങ്കിലും വന്നോട്ടെ, ഏത് ഏജൻസി വേണമെങ്കിലും വന്നോട്ടെ, സിലബസ് മാറാത്തിടത്തോളം കാലം ഇത് കറക്റ്റായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരാൾക്ക്. അപ്പൊ ഞാൻ നമ്മുടെ ഷെഡ്യൂൾ തരുന്ന സമയത്ത് 2025 നമ്മളൊരു ഷെഡ്യൂൾ തന്നു. അപ്പൊ അതിന്റെ റിസൾട്ട് നമ്മുടെ ഈ CGL 2026 കുട്ടികൾ എനിക്ക് തരും, എനിക്ക് ഉറപ്പാണ്. അപ്പോൾ ആ ഒരു ഷെഡ്യൂൾ നമ്മൾ ചെയ്തതിനകത്ത് TCSന്റെ ക്വസ്റ്റ്യൻ ഉണ്ട്, എഡ്യൂക്കേറ്റീവ് ക്വസ്റ്റ്യൻ ഉണ്ട്, എല്ലാ ടൈപ്പും നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരാൾ പ്രിപ്പയർ ചെയ്യേണ്ടത് ആ ഒരു ലെവലിലാണ്, അല്ലാതെ ഒരു ഇതിന്റെ ലെവലിൽ മാത്രമല്ല. അപ്പൊ ഇപ്പൊ നിങ്ങൾ കണ്ടു CGL മെയിൻസ്, കഴിഞ്ഞ പ്രാവശ്യത്തെ CGL മെയിൻസ് അത് TCS പാറ്റേണിലാണ് നടത്തിയത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അല്ലെങ്കിൽ നിങ്ങൾ കുട്ടികൾ മനസ്സിലാക്കേണ്ട കാര്യം, എഡ്യൂക്കേറ്റീവ് വന്നാലും ഇനിയിപ്പം അടുത്ത പ്രാവശ്യം പറയും എഡ്യൂക്കേറ്റീവ് എന്ത് ചെയ്തു, ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യുന്നൊരു വാർത്ത വന്നെന്ന് വെച്ചോട്ടെ. അപ്പൊ നിങ്ങൾ കുറെ പേര് പാനിക്കാവും, ഞാനിപ്പോൾ ഇത്രയും നാള് എഡ്യൂക്കേറ്റീയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്ത് അങ്ങ് സെറ്റ് ആയതല്ലേ, ഇനി എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ ഈ ഒരു വർഷത്തെ കുറച്ച് എക്സാമിന്റെ കാര്യം മാത്രമാണ് ഈ പറയുന്നത്. അപ്പൊ നമ്മുടെ കയ്യിലുള്ള പ്രീവിയസ് ഇയർ ബുക്ക് അല്ലെങ്കിൽ നമ്മൾ പഠിക്കേണ്ട സാധനങ്ങളെല്ലാം എന്താണ്, TCSന്റെ പാറ്റേൺ തന്നെയാണ്. അപ്പൊ അതിന്റെ അർത്ഥം നിങ്ങൾ സിലബസ് പഠിച്ചിട്ടില്ല എന്നല്ല. അപ്പൊ വേറൊരു ഏജൻസി വരും, അവരും എന്താണ് നോക്കുന്നത്, ഈ സിലബസ് ആണ് നോക്കുന്നത്. പിന്നെ ഒരു കാര്യമുള്ളത്, നിങ്ങൾക്ക് 60 മിനിറ്റ്, നിങ്ങളിപ്പോൾ ക്യാറ്റ് എക്സാമിന് പോലെ അല്ല, നിങ്ങൾക്ക് 60 മിനിറ്റിൽ 100 ക്വസ്റ്റ്യൻ ചെയ്യണം. അപ്പോൾ അവർക്ക് ചോദിക്കാൻ പറ്റുന്ന ആ ഒരു ഡിഫിക്കൽട്ടി ലെവലിൽ ഒരു പരിമിതി ഉണ്ട്, അത് മനസ്സിലാക്കണം. അപ്പൊ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ തന്നാൽ അത് 1 മിനിറ്റ് അകത്ത് ചെയ്യാൻ പറ്റുന്ന ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് അവർക്ക് തരാൻ പറ്റും. എന്നാൽ ക്യാറ്റ് എക്സാമിലൊന്നും അങ്ങനെയല്ല, അവർ നമുക്ക് 3 മിനിറ്റോ 4 മിനിറ്റോ എടുത്ത് ഒരു ക്വസ്റ്റ്യൻ കൊടുക്കാൻ പറ്റും. അപ്പൊ അതനുസരിച്ചുള്ള ഡിഫിക്കൽട്ടി ലെവൽ അവിടെ കൂടും. എന്നാൽ SSC എക്സാമിനെ സംബന്ധിച്ച് അതെന്താണ്, ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യമല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസേ വരത്തുള്ളൂ. അത് കുറച്ച് പാടാണെങ്കിൽ കട്ട് ഓഫ് കുറയും, അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് പാനിക്കായി ഇരിക്കാനാണെങ്കിൽ ഒരുപാട് കാരണങ്ങളുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത്, നിങ്ങൾ ഇങ്ങനത്തുള്ള റൂമറുകളും കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ഒഫീഷ്യലായിട്ട് ചെയ്യുവാണെങ്കിൽ, ഒഫീഷ്യലായിട്ട് എന്ത് വരും, അതിന്റെ ഒരു നോട്ടീസ് വരും, അല്ലെങ്കിൽ ഒഫീഷ്യലായിട്ട് പുതിയ ആൾക്കാർ വരും, ഒഫീഷ്യലായിട്ട് അവരെ എക്സാം നടത്തും. അപ്പൊ ഇത് ഒന്നും ഇല്ലാത്തൊരു സാധനത്തിനകത്ത് വെറുതെ എന്താ, ഇപ്പം കുറെ ഹിന്ദി ചാനൽ, അവർക്ക് വേറെ ഒന്നുമില്ല, വ്യൂസ് കിട്ടാൻ അവർ കാണാനും ആൾക്കാരുണ്ട്. അവിടെ അത്രമാത്രം കുട്ടികളുണ്ട്. നമ്മൾ കേരളത്തിൽ നമ്മൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ വെറുതെ ഇതിന്റെ പുറകെ പോവാതെ നിങ്ങൾക്ക് ഉള്ള സമയത്ത് എന്താണോ ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്യുക. ഒരു മാർക്കിംഗ് ഒരു മാർക്ക് നിങ്ങൾക്ക് ആ ഒരു ദിവസത്തെ പഠിത്തത്തിലൂടെ കിട്ടുവാണെങ്കിൽ അതാണ് വെൽ ആൻഡ് ഗുഡ്. നിങ്ങൾ എന്താണോ പഠിച്ചത് അത് റിവൈസ് ചെയ്യുക, അത് സാധനം സെറ്റാക്കി വെക്കുക, അല്ലാതെ പുതിയതിന് വേണ്ടി ഓടാതിരിക്കുക. ഈ ഒരു ചെറിയ ചെറിയ കാര്യങ്ങളിൽ പേടിക്കാതിരിക്കുക. വേറെ ഒരു ടെൻഷനും വേണ്ട, നന്നായിട്ട് പഠിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ. സെറ്റായിട്ട് പോവുക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.